ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വോൾ ഡെക്കറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ ഈ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 26.5 സെൻറ്റിമീറ്ററുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. നിങ്ങൾക്ക് എന്ത് കളറ് പേപ്പർ യൂസ് ചെയ്തിട്ടാലും കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതാ ഇവിടെ ഞാൻ ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി ഉണ്ട്. ആ ബാക്ക് സൈഡ് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവട്ടെ. ഇനി വേണ്ടത് ഇതാ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അത് നടുക്കോട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരു കാണുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ഇത് ചുറ്റും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നിവർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇതുപോലെ ഓരോ പീസും കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് പിടിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ 2 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ ബാക്കി 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ഫ്ലവറിന് ഫുള്ളായിട്ട് നമ്മൾ യെല്ലോ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഇത് ഇവിടെ ഒരു കോട്ട് യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് കോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആക്കട്ടെ. ഇനി ഇത് ഇവിടെ ഇതുപോലെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ന്യൂസ് പേപ്പർ റോൾ ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പെന്നിൻ്റെ റീഫിലറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പർ റോളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഇതുപോലെ കുറച്ചധികം തന്നെ ന്യൂസ് പേപ്പർ റോള് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ കുറച്ചധികം തന്നെ ന്യൂസ് പേപ്പർ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാർഡ്ബോർഡ് പീസില്ലേ, അതിന് ഫ്രെയിം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫ്രെയിമിന് 2 ന്യൂസ് പേപ്പർ റോള് വെച്ചിട്ടാണ് ഞാൻ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ വെച്ചിട്ട് കൂട്ടി ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ ഗ്ലൂ എടുത്തിട്ട്
ഓരോ പീസും ഇതുപോലെ കൂട്ടിയൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കിനൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കാം. അതിന് ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണങ്ങി വന്ന സ്റ്റിക്കെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കാം. അതായത് നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രെയിം ആക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ ഫ്രെയിം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകാൻ വെക്കാം. അങ്ങനെ ഇത് ഇവിടെ നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ച ഫ്ലവേഴ്സ് എല്ലാം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും കൂടി വെച്ചിട്ട് കൂട്ടി ഒട്ടിക്കുക ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ഗ്ലൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഞാൻ ഇതാ രണ്ടും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നടുക്കുള്ള പോർഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തെർമോക്കോളിൻ്റെ പീസായിരുന്നു എടുത്തിട്ടുണ്ടത്. അത് നന്നായി പൊടിച്ചതിന് ശേഷം കൈവച്ചിട്ട് തന്നെയാണ് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ടായത്. അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് വന്നിട്ട് എനിക്കെന്തോ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് നമ്മൾ മുറ്റത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ജെല്ലിക്കല്ല് ഉണ്ടാവുമല്ലോ, പൊടിക്കല്ല്, അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചെയ്തേണ്ടത് കുറച്ചൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ നടുക്കുള്ള പോർഷനിൽ ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ അതിന് ബ്ലാക്ക് കളർ പെയിൻറ് കൊടുത്ത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഫ്രെയിമില്ലേ, അതെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഫ്ലവറൊക്കെ ഓരോരാളെ ഇഷ്ടം അനുസരിച്ചിട്ട് വെക്കാം. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് സ്റ്റെമ്മ് വേണം. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ റോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 2 പീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിനേക്ക് ഗ്രീൻ കളർ പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് അടിച്ചിട്ടില്ല, ഫ്രണ്ട് മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫ്ലവർ വെച്ചിട്ട് സ്റ്റെമ്മൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേറെ ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എല്ലാത്തിനും ഗ്രീൻ കളർ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിലേക്ക് ലീഫ് ഓരോന്നോരോന്നായി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഗ്ലൂ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ലീഫും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോൾ ഡെക്കർ ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഭിത്തിയിലും കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബോൾ ഡെക്കറും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.